പാലിയക്കരയിൽ വൻ സ്പിരിറ്റ് വേട്ട. വാനിൽ കടത്തിയ 1750 ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് പിടികൂടി. പടയന്നൂരിൽ 100 ഗ്രാം MDMA-യുമായി 3 യുവാക്കൾ പിടിയിൽ. മുല്ലശ്ശേരിയിൽ ബൈക്കിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കന്യാസ്ത്രീ മരിച്ചു. മുരിങ്ങൂരിൽ കണ്ടെയ്നർ ലോറികൾ കൂട്ടിയിടിച്ച് ക്യാബിനിൽ കുടുങ്ങിയ ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. ഇരിങ്ങാലക്കുട കോടതി സമുച്ചയത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണത്തിന് തുടക്കമായി. പദ്ധതിയുടെ ഫണ്ടിനെ ചൊല്ലി ഇടതുപക്ഷ BJP അഭിഭാഷക സംഘടനകൾ തമ്മിൽ വാക്പോര്. വെള്ളിക്കുളം വലിയ തൊട്ടിൽ ജലനിരപ്പ് താഴ്ന്നതോടെ മട്ടത്തൂർ പഞ്ചായത്തിലെ വാസുപുരം കുഞ്ഞക്കര ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ പ്രവർത്തനം അവതാളത്തിൽ. കാർഷിക വിളകൾ ഉണക്ക് ഭീഷണിയിൽ. പുതുക്കാട് കുറുമാലിയിൽ പാടത്ത് വൻ തീപിടുത്തം. സമീപത്തെ ഓട്ട് കമ്പനിയിൽ സൂക്ഷിച്ചിരുന്ന ഉപയോഗശൂന്യമായ കാറുകളിലേക്ക് തീ പടർന്നു. വാഹനങ്ങളുടെ പാർട്സുകൾ കത്തിനശിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. പാലിയേക്കരയിൽ വൻ സ്പിരിറ്റ് വേട്ട. പിക്കപ്പ് വാനിൽ കടത്തിയ 1750 ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് പാലക്കാട് സ്വദേശി ശ്രീകൃഷ്ണൻ, തമിഴ്നാട് സ്വദേശി കറുപ്പസ്വാമി എന്നിവർ അറസ്റ്റിലായി. പൊള്ളാച്ചിയിൽ നിന്ന് പെരുമ്പാവൂരിലേക്കാണ് സ്പിരിറ്റ് കടത്തിയതെന്ന് പ്രതികൾ പറഞ്ഞു. 35 ലിറ്ററിന്റെ 50 കന്നാസുകളിലായി മുകളിൽ തേങ്ങ കൊണ്ട് മറച്ചാണ് സ്പിരിറ്റ് കടത്തിയിരുന്നത്. എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപത്ത് നടന്ന വാഹന പരിശോധനയിലാണ് സ്പിരിറ്റ് പിടികൂടിയത്. വ്യാജമദ്യം നിർമ്മിക്കുന്നതിനാണ് സ്പിരിറ്റ് കൊണ്ടുപോകുന്നതെന്നും എവിടെ നിന്നാണ് സ്പിരിറ്റ് എത്തിച്ചതെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനായി തൃശൂർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ഷാനവാസ് പറഞ്ഞു. പിടികൂടിയ സ്പിരിറ്റ് ഇരിങ്ങാലക്കുട എക്സൈസ് വിഭാഗത്തിന് കൈമാറി. സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ T. അനിൽകുമാർ, സ്ക്വാഡ് അംഗങ്ങളായ സർക്കിൾ ഇൻസ്പെക്ടർ G. കൃഷ്ണകുമാർ, എക്സൈസ് ഇൻസ്പെക്ടർമാരായ TR. മുകേഷ് കുമാർ, S. മധുസൂദനൻ നായർ, KV. വിനോദ്, RG. രാജേഷ് എന്നിവർ സ്പിരിറ്റ് പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. പടയന്നൂരിൽ മയക്കുമരുന്ന് വേട്ട. 100 ഗ്രാം MDMA-യുമായി 3 യുവാക്കളെ തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ N. സുദർശനകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. ആലുവ കടുങ്ങല്ലൂർ സ്വദേശികളായ മുപ്പത്തിടം നിധിൻ ജേക്കബ്, വിഷ്ണു, ഷാഫി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുതിരാനിൽ വാഹന പരിശോധന നടത്തുന്നതിനിടെ ഇവർ നിർത്താതെ പോവുകയും തുടർന്ന് പഴയന്നൂരിൽ നിന്നും സംഘത്തെ പിടികൂടുകയുമായിരുന്നു. ഇവർ സഞ്ചരിച്ച ഇന്നോവ കാറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സോണി K. ദേവസി, സിവിൽ എക്സൈസ് ഓഫീസർമാരായ BS. സുരേഷ് കുമാർ, അഫ്സൽ, ഡ്രൈവർ സംഗീത് എന്നിവർ പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. മുല്ലശ്ശേരിയിൽ ബൈക്കിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അധ്യാപികയായ കന്യാസ്ത്രീ മരിച്ചു. മുല്ലശ്ശേരി വില്ല മരിയ കോൺവെന്റിലെ മദർ സുപ്പീരിയർ 35 വയസ്സുള്ള സിസ്റ്റർ സോണിയ ആണ് മരിച്ചത്. പാലക്കാട് പാലക്കയം സ്വദേശിയാണ് സിസ്റ്റർ സോണിയ. കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ മഠത്തിൽ നിന്നും മുല്ലശ്ശേരി ഗുഡ് ഷെപ്പേർഡ് സെൻട്രൽ സ്കൂളിലേക്ക് പോകുവാൻ റോഡ് മുറിച്ച് കടക്കുന്നതിനിടയിലാണ് വെങ്കടങ്ങ് ഭാഗത്തു നിന്നും വന്ന ബൈക്ക് ഇടിച്ചത്. അപകടത്തെ തുടർന്ന് അബോധാവസ്ഥയിലായ സിസ്റ്റർ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. അപകടത്തിനിടയാക്കിയ ബൈക്ക് നിയന്ത്രണം വിട്ട് സമീപത്തെ മതിലിൽ ഇടിച്ച് തലയ്ക്ക് പരിക്കേറ്റ യുവാവ് അമല ആശുപത്രിയിൽ ചികിത്സയിലാണ്. ദേശീയപാതയിൽ മുരിങ്ങൂർ സിഗ്നൽ ജംഗ്ഷനിൽ കണ്ടെയ്നർ ലോറികൾ കൂട്ടിയിടിച്ച അപകടം. ക്യാബിനിൽ കുടുങ്ങിയ ഡ്രൈവറെ രക്ഷപ്പെടുത്തി. ഇരുകാലുകളും ഒടിഞ്ഞു തൂങ്ങി ദേഹമാസകലം ഗുരുതരമായി പരിക്കേറ്റ കൊല്ലം സ്വദേശി ബേബിയെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച പുലർച്ചെ 5 മണിക്കായിരുന്നു അപകടം. തമിഴ്നാട് തിരുപ്പൂരിലേക്ക് കോട്ടൺ വസ്തുക്കളുമായി പോയിരുന്ന കണ്ടെയ്നർ ലോറി മുന്നിൽ ഉണ്ടായിരുന്ന മറ്റൊരു കണ്ടെയ്നർ ലോറിയിൽ ഇടിക്കുകയായിരുന്നു. മുന്നിലെ ലോറി പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതാണ് അപകടത്തിന് കാരണം. പിന്നിലെ ലോറിയുടെ ക്യാബിൻ മുന്നിലുണ്ടായിരുന്ന ലോറിയിലേക്ക് ഇടിച്ചു കയറുകയും മുൻഭാഗം പൂർണ്ണമായി തകരുകയും ചെയ്തു. ക്യാബിനിൽ കുടുങ്ങിയ ഡ്രൈവർ ബേബിയെ ചാലക്കുടിയിൽ നിന്നുമെത്തിയ ഫയർഫോഴ്സ് സംഘം അരമണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പുറത്തെടുത്തത്. അപകടത്തെ തുടർന്ന് ദേശീയപാതയിലെ വാഹന ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. ഫയർ ഓഫീസർ C. രമേശിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഊരകം സെന്ററിൽ നിയന്ത്രണമിട്ട കാർ കടയിലേക്ക് പാഞ്ഞു കയറിയ അപകടം. ചേർപ്പ് പടിഞ്ഞാറ്റുമുറി പൊറാടത്ത് മുരളി മകൻ അക്ഷയ് ഓടിച്ചിരുന്ന കാറാണ് നിയന്ത്രണമിട്ട് കടയിലേക്ക് പാഞ്ഞു കയറുന്നതിനിടയിൽ വൈദ്യുതി തൂണിൽ ഇടിച്ച് നിന്നത്. കാർ ഓടിച്ചിരുന്ന അക്ഷയ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കടകൾ അടച്ചിട്ടതിനാലും ആളുകൾ പ്രദേശത്തില്ലാത്തതും അപകടം ഒഴിവാക്കി. കാറിന്റെ മുൻഭാഗം ഭാഗികമായി തകർന്നു. കാലഹരണപ്പെട്ട രീതികളും ആചാരങ്ങളും ചടങ്ങുകളുമാണ് കോടതികൾ ഇപ്പോഴും പിന്തുടരുന്നതെന്നും നാടിനും കാലത്തിനും ആവശ്യമായ പരിഷ്കാരങ്ങൾ കോടതികളിൽ ഉണ്ടാകേണ്ടതുണ്ടെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R. ബിന്ദു.
100 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഇരിങ്ങാലക്കുട കോടതി സമുച്ചയത്തിന്റെ 2ാം ഘട്ട നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോടതികളുടെ കെട്ടും മട്ടും മാത്രം മാറിയാൽ പോരാ, രാജ്യത്തിന്റെ വൈവിധ്യങ്ങളും സംസ്കൃതിയും തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന കാലത്ത് പക്ഷപാതരഹിതമായി പ്രവർത്തിക്കാനും ത്രാണിയുള്ള കേന്ദ്രങ്ങളായി മാറാനും നിസ്വരായ മനുഷ്യർക്ക് നീതി ഉറപ്പാക്കാനും കോടതികൾക്ക് സാധിക്കേണ്ടതുണ്ട്. ഫാസ്റ്റ് ട്രാക്ക് സ്വഭാവത്തോടുകൂടി കേസുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന നീതി നിർവഹണ സമ്പ്രദായം ഉണ്ടാകേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് പി സെയ്ദലവി അധ്യക്ഷനായിരുന്നു. എംഎൽഎമാരായ കെ രാമചന്ദ്രൻ, ഇ ടി ടൈസൺ, നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട കോടതി സമുച്ചയത്തിന്റെ 2ാം ഘട്ട നിർമ്മാണത്തിന്റെ ഫണ്ടിനെ ചൊല്ലി തർക്കം. ഫണ്ട് അനുവദിച്ചത് കേന്ദ്ര സർക്കാരാണെന്ന് സംഘപരിവാർ അനുകൂല അഭിഭാഷക സംഘടന അവകാശപ്പെടുമ്പോൾ പദ്ധതി കൊണ്ടുവന്നത് ഇടതുപക്ഷ സർക്കാരാണെന്ന് ഇടത് അഭിഭാഷക സംഘടനയും അവകാശപ്പെട്ടു. കോടതി സമുച്ചയത്തിന് 2 ഘട്ടങ്ങളിലായി 92 കോടി അനുവദിച്ച കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആശംസ അർപ്പിച്ചാണ് അഭിഭാഷക പരിഷത്ത് ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചത്. കോടതി സമുച്ചയത്തിന്റെ നിർമ്മാണം കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണെന്നും ഇവർ അവകാശപ്പെടുന്നു. എന്നാൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ കോടതി സമുച്ചയം യാഥാർത്ഥ്യമാക്കിയത് ഇടതുപക്ഷ സർക്കാരാണെന്ന് ഇടത് അനുകൂല അഭിഭാഷക സംഘടനയായ ലോയേഴ്സ് യൂണിയന്റെ ഫ്ലക്സ് ബോർഡിൽ അവകാശപ്പെടുന്നു. ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്ര പ്രതിനിധികളെ പങ്കെടുപ്പിക്കാത്തതിൽ BJP പ്രതിഷേധം രേഖപ്പെടുത്തി. കേന്ദ്രത്തിന്റെ പല പദ്ധതികളും പേരുമാറ്റിയും ഫ്ലക്സ് ബോർഡുകളും വെച്ച് സ്വന്തം പദ്ധതിയാക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് BJP കുറ്റപ്പെടുത്തി. വെള്ളിക്കുളം വലിയ തോട്ടിൽ ജലനിരപ്പ് താഴുന്നതോടെ മറ്റത്തൂർ പഞ്ചായത്തിലെ വാസുപുരം കുഞ്ഞക്കര ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ പ്രവർത്തനം അവതാളത്തിലായി. പദ്ധതി ആശ്രയിച്ച് ജലസേചനം നടത്തുന്ന പ്രദേശങ്ങളിലെ കാർഷിക വിളകൾ ഉണക്ക് ഭീഷണിയിൽ. വെള്ളിക്കുളം വലിയ തോടിന്റെ വാലറ്റത്തുള്ള കുഞ്ഞക്കര പ്രദേശത്താണ് വാസുപുരം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ പമ്പ് ഹൗസ് ഉള്ളത്. പമ്പ് ഹൗസിനോട് ചേർന്നുള്ള കിണറിൽ ആവശ്യമായ വെള്ളമില്ലാത്തതാണ് പദ്ധതിയുടെ പ്രവർത്തനം അവതാളത്തിലാകാൻ കാരണം. തോട്ടിൽ ജലവിധാനം ഉയർന്നു നിന്നാലേ പമ്പിങ്ങിനാവശ്യമായ വെള്ളം കിണറിലുണ്ടാകൂ. വേനൽക്കാലത്ത് കുറുമാലിപ്പുഴയിലെ വാസുപുരം ചക്കാലക്കടവിൽ നിർമ്മിക്കാറുള്ള താൽക്കാലിക മൺചിറ ഇത്തവണ നിർമ്മിക്കാത്തതാണ് തോട്ടിലെ ജലനിരപ്പ് താഴാൻ പ്രധാന കാരണമായത്. ചക്കാലക്കടവിൽ മൺചിറ കെട്ടിയാൽ പുഴയിൽ സംഭരിക്കപ്പെടുന്ന വെള്ളം വെള്ളിക്കുളം വലിയ തോട്ടിലെ ജലനിരപ്പ് ഉയർത്താറുണ്ട്. ഡിസംബർ പകുതിയോടെ പൂർത്തിയാകാറുള്ള താൽക്കാലിക മൺചിറയുടെ നിർമ്മാണം ഫെബ്രുവരി പകുതിയായിട്ടും ഇക്കുറി നടന്നിട്ടില്ലെന്ന് വാസുപുരം കുഞ്ഞക്കര ലിഫ്റ്റ് ഇറിഗേഷൻ സമിതി സെക്രട്ടറി PR അജയ് ഘോഷ് പറഞ്ഞു. വലിയ തോട്ടിൽ വെള്ളം തീരെ വറ്റി വരണ്ട ഒരവസ്ഥയിലാണ് ഉള്ളത്. കുടിവെള്ളം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കാർഷിക ആവശ്യങ്ങൾക്ക് ആയിട്ട് വെള്ളം നനയ്ക്കുമ്പോൾ അതിന് ഫലമായിട്ട് ഈ വാർഡുകളിലൊന്നും ഈ കുടിവെള്ള പ്രശ്നമോ അല്ലെങ്കിൽ ഈ കാർഷിക പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ കുറുമാലി പുഴയിൽ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വെള്ളം ഒഴുകി ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് അതിൻ്റെ ഒരു ഉപകാരം കിട്ടണമെങ്കിൽ ആ ചിറ കെട്ടണം. ആ ചിറ നീരടയാത്തത് ആണ് ഇപ്പോൾ പ്രശ്നം. വാസുപുരം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി അവതാളത്തിലായതോടെ മേഖലയിലെ ജാതി, വാഴ, വിവിധയിനം പച്ചക്കറികൾ തുടങ്ങിയ കാർഷിക വിളകൾ ഉണക്ക് ഭീഷണി നേരിടുകയാണ്. മറ്റത്തൂർ വരന്തരപ്പള്ളി പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള കുഞ്ഞക്കരയിൽ സ്ഥാപിച്ചിട്ടുള്ള സ്വജൽധാര കുടിവെള്ള പദ്ധതിയുടെയും കുഞ്ഞക്കര ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെയും പ്രവർത്തനത്തെ ജലക്ഷാമം പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ഡിസംബർ മാസം 25-ാം തീയതി കൂടി ഈ കുറുമാലിപ്പുഴയിലുള്ള തടയണകൾ കെട്ടി ജലം സംഭരിക്കാറ് പതിവുണ്ടായിരുന്നു. നാളിതുവരെയും അതിനുവേണ്ട നടപടികൾ ഒന്നും തന്നെ ഉണ്ടാകാത്തതിൻ്റെ സാഹചര്യത്തിൽ മറ്റത്തൂർ പഞ്ചായത്തിലും വരന്തരപ്പള്ളി പഞ്ചായത്തിലെ 15-ാം വാർഡിലും രൂക്ഷമായ കുടിവെള്ളക്ഷാമവും കൃഷി ഉണങ്ങിപ്പോകുന്ന സാഹചര്യം നിലനിൽക്കുകയാണ്. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ 15-ാം വാർഡിലെയും മറ്റത്തൂർ പഞ്ചായത്തിലെ 21-ാം വാർഡിലെയും കർഷകരാണ് ഇതുമൂലം ദുരിതമനുഭവിക്കുന്നത്. കുഞ്ഞക്കര സ്വജൽധാര പദ്ധതിയുടെ പമ്പിംഗ് ശരിയായി നടക്കാത്തത് മൂലം വരന്തരപ്പള്ളി പഞ്ചായത്തിലെ 15-ാം വാർഡിലെ കുടിവെള്ള വിതരണവും അവതാളത്തിലാണ്. വെള്ളിക്കുളം വലിയ തോട്ടിലെ ജലനിരപ്പ് ഉയർത്തി ജലസേചന പദ്ധതികളുടെയും കുടിവെള്ള പദ്ധതികളുടെയും പമ്പിംഗ് സുഗമമാക്കാൻ അധികാരികൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ഒന്നുകിൽ ചിറ കെട്ടുകയോ അല്ലെങ്കിൽ ചാലക്കുടി വലതുകര കനാലിൽ കൂടി വരുന്ന വെള്ളം കനാൽ വഴി വലിയ തോട്ടിലേക്ക് തുറന്നു വിടുകയോ ചെയ്യുകയാണെങ്കിൽ തോട് വഴി ഈ വെള്ളം വലിയ തോട്ടിൽ വന്ന് സമാഹരിക്കപ്പെടുകയും ഈ ലിഫ്റ്റ് ഇറിഗേഷൻ പ്രവർത്തിക്കാനായിട്ടുള്ള വെള്ളം കിട്ടുകയും ചെയ്യും. ചാലക്കുടി വലതുകര മെയിൻ കനാലിൽ നിന്ന് വെള്ളിക്കുളം വലിയ തോട്ടിലേക്ക് വെള്ളം തുറന്നുവിടുകയോ വാസുപുരം ചക്കാലക്കടവിൽ ചിറ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കുകയോ ചെയ്താൽ പ്രശ്നം പരിഹരിക്കാനാകുമെന്നും ഇതിനുള്ള നടപടി ഉണ്ടാകണമെന്നുമാണ് ആവശ്യം ഉയരുന്നത്. TCV കൊടകര. പുതുക്കാട് കുറുമാലിയിൽ പാടത്ത് വൻ തീപിടുത്തം. സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ഊട്ടുകമ്പനിയിൽ സൂക്ഷിച്ചിരുന്ന ഉപയോഗശൂന്യമായ കാറുകളിലേക്ക് തീ പടർന്നു. വാഹനങ്ങളുടെ പാർട്സുകൾ കത്തിനശിച്ചു. പാടത്തു നിന്ന് തീ സമീപത്തെ ഊട്ടുകമ്പനിയിലേക്ക് പടരുകയായിരുന്നു. റെയിൽ പാളത്തിന് തൊട്ടരികെ
തീ പടർന്നത് ആശങ്കയുണ്ടാക്കി. പുതുക്കാട് നിന്നും 2 യൂണിറ്റും ചാലക്കുടിയിൽ നിന്ന് 1 യൂണിറ്റും അഗ്നിരക്ഷാസേന എത്തി മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. കുന്നംകുളം സീനിയർ ഗ്രൗണ്ടിന് സമീപം വൻ തീപിടുത്തം. സീനിയർ ഗ്രൗണ്ടിന് സമീപത്തെ ബോയ്സ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനോട് ചേർന്ന് നിൽക്കുന്ന ആളൊഴിഞ്ഞ പറമ്പിലാണ് തീപിടുത്തമുണ്ടായത്. വൻതോതിൽ പുക ഉയർന്നതിനാൽ മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. ഫയർഫോഴ്സിന്റെ സംയോജിതമായ ഇടപെടലിനെ തുടർന്ന് സമീപത്തെ സ്കൂൾ കോമ്പൗണ്ടിലേക്കും വീടുകളിലേക്കും തീ പടരാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രവീന്ദ്രൻ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ലൈജു, ശരത്, സ്റ്റാലിൻ എന്നിവർ നേതൃത്വം നൽകി. കനകമല കുരിശുമുടി നോമ്പുകാല തീർത്ഥാടനത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. കനകമല അടിവാരം പള്ളിയിൽ നിന്ന് മലമുകളിലെ കുരിശുമുടി ദേവാലയം വരെയുള്ള തീർത്ഥാടന വഴിയിൽ വൈദ്യുതി ദീപങ്ങളും കുടിവെള്ളമടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഏർപ്പെടുത്തി. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 കോട്ടേക്കാട് സെന്റ് മേരീസ് അസംഷൻ ഫൊറോന പള്ളിയിൽ നിന്ന് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ ആരംഭിക്കുന്ന ദീപശിഖ പ്രയാണം വൈകിട്ട് 6 കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിച്ചേരും. ബിഷപ്പുമാർ പൂളി കണ്ണൂക്കാടൻ ദീപശിഖ ഏറ്റുവാങ്ങും. തുടർന്ന് 85ാമത് കനകമല നോമ്പുകാല തീർത്ഥാടനം ബിഷപ്പുമാർ പൂളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്യും. ഇതോടെ 57 ദിവസം നീണ്ടു നിൽക്കുന്ന തീർത്ഥാടനത്തിന് തുടക്കമാകും. ഗുരുവായൂരിൽ പൊതുസ്ഥലത്തേക്ക് മാലിന്യമൊഴുക്കിയ ലോഡ്ജ് ഉടമയിൽ നിന്ന് നഗരസഭ 2 ലക്ഷം രൂപ പിഴ ഈടാക്കി. വടക്കേ ഔട്ടർ റിംഗ് റോഡിലെ ഗാലക്സി ഇൻ എന്ന ലോഡ്ജിനാണ് നഗരസഭ പിഴ ചുമത്തിയത്. കഴിഞ്ഞ ജനുവരി 25 അർദ്ധരാത്രിയോടെയാണ് മാലിന്യം ഒഴുക്കിയത്. ഈ സമയം നൈറ്റ് പട്രോളിംഗ് നടത്തുകയായിരുന്ന ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരാണ് സംഭവം കണ്ടെത്തിയത്. ഇതേക്കുറിച്ച് അന്വേഷിച്ച പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ KS നിയാസിന് നേരെ ആക്രമണവും ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് നഗരസഭ സെക്രട്ടറി ടെമ്പിൾ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. സെക്രട്ടറിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ലോഡ്ജ് ഉടമ ചാവക്കാട് വട്ടേക്കാട് സ്വദേശി അമ്പലത്ത് വീട്ടിൽ അഷ്കറിനെതിരെ ടെമ്പിൾ പോലീസ് കേസെടുത്തു. തളിക്കുളം തമ്പാൻകടവിൽ കടലിൽ കുളിക്കുന്നതിനിടെ തിരയിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. വലപ്പാട് കരയാമുട്ടം സ്വദേശി 16 വയസ്സുള്ള അസ്ലമാണ് മരിച്ചത്. തളിക്കുളം കൈതക്കൽ ആര്യമ്പാടം ദാറുൽ മുസ്തഫ ഓർഫനേജിലെ വിദ്യാർത്ഥിയായിരുന്നു. വെള്ളിയാഴ്ചയാണ് സംഭവം. ഓർഫനേജിലെ 20ഓളം കുട്ടികൾ അറപ്പത്തോടിന് സമീപം കടൽ കാണാൻ എത്തിയിരുന്നു. ഇതിൽ മുഹമ്മദ് സവാദ്, അസ്ലം എന്നിവർ കടലിൽ കുളിക്കാൻ ഇറങ്ങി. കുളിക്കുന്നതിനിടെ കുട്ടികൾ ശക്തമായ തിരയിൽപ്പെടുന്നത് കണ്ട മത്സ്യത്തൊഴിലാളികൾ നടത്തിയ ശ്രമത്തിൽ മുഹമ്മദ് സവാദിനെ രക്ഷപ്പെടുത്തി. ഒപ്പമുണ്ടായിരുന്ന അസ്ലമിനെ കണ്ടെത്താൻ ശനിയാഴ്ച രാവിലെ വരെ തിരച്ചിൽ തുടരുകയായിരുന്നു. ഇതിനിടെ മത്സ്യത്തൊഴിലാളിയായ മനോജ് നടത്തിയ തിരച്ചിലിലാണ് അസ്ലമിന്റെ മൃതദേഹം അറപ്പത്തോടിന് സമീപം കടലിൽ നിന്ന് കണ്ടെടുത്തത്. അടക്കയുടെ വിലയിടിവ് കർഷകർക്ക് തിരിച്ചടിയാകുന്നു. വടക്കേ ഇന്ത്യയിൽ ആവശ്യം കുറഞ്ഞതാണ് വിലയിടിവിന് കാരണമെന്ന സൂചനയുണ്ട്. മഞ്ഞളിപ്പും ഉൽപാദനക്കുറവും മൂലം വലയുന്ന കർഷകർക്ക് അടക്കയ്ക്ക് വില കുറഞ്ഞത് ഇരുട്ടടിയായി. കർഷകരെ സഹായിക്കാൻ സർക്കാരും കൃഷിവകുപ്പും നടപടിയെടുക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. വേലൂർ മണിമലർക്കാവ് കുതിരവേലയുടെ ഭാഗമായി തിറയും പൂതിനും പ്രയാണം ആരംഭിച്ചു. അവകാശക്കാരായ വെണ്ടിലശ്ശേരി കേളൂമകൻ ത്യാഗരാജനാണ് നേതൃത്വം നൽകുന്നത്. ഭരണി നാളാണ് തിറയും പൂതിനും ക്ഷേത്രപ്പറമ്പിൽ എത്തുക. തയ്യൂർ ദേശക്കുതിര ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ പ്രവേശിച്ചാൽ തിറയും പൂതിനും ദേവിയെ തൊഴുത് മടങ്ങും. രമ്യ ഹരിദാസ് MP മണ്ഡലത്തിൽ യാതൊരു വികസന പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ലെന്ന DYFIയുടെ പ്രചാരണത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് രംഗത്ത്. കപടത മുഖമുദ്രയാക്കി പ്രവർത്തിക്കുന്ന DYFI രമ്യ ഹരിദാസ് MPക്കെതിരെ വ്യാജ തെളിവുകൾ സംഘടിപ്പിക്കുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. വിവിധ മേഖലകളിൽ കോടികളുടെ വികസന പ്രവർത്തനങ്ങൾ MP നടത്തിയിട്ടുണ്ടെന്നും യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ പറഞ്ഞു. ദേശീയ സെക്രട്ടറി PN വൈശാഖ്, മണ്ഡലം പ്രസിഡന്റ് O ശ്രീകൃഷ്ണൻ, UDF ചെയർമാൻ NA സാബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.
മച്ചാട് മാമാങ്കത്തിന് മുന്നോടിയായി പ്രതിഷ്ഠാ ദിനവും കൂറയിടൽ ചടങ്ങും ചൊവ്വാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 9-ന് പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരും പ്രശസ്ത സിനിമാ താരം ജയറാമും അവതരിപ്പിക്കുന്ന പഞ്ചാരിമേളം നടക്കും. 10:30 കാവ് കൂറയിടൽ ചടങ്ങ് ആരംഭിക്കും. വൈകിട്ട് 5-ന് നടപ്പുര പഞ്ചവാദ്യം നടക്കും. മാമാങ്ക കമ്മിറ്റി പ്രസിഡന്റ് ശിവദാസൻ, സെക്രട്ടറി സുധാകരൻ, ട്രഷറർ മനോജ് ചങ്കലാത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കോൺഗ്രസ് ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റി സ്ഥാപിച്ച ടി.എൻ. പ്രതാപന്റെ കട്ടൗട്ട് നഗരസഭ നീക്കം ചെയ്തു. പാർക്കിംഗ് ഗ്രൗണ്ടുകളെക്കുറിച്ച് വിവരം നൽകുന്നതിന് സ്ഥാപിച്ച ബോർഡ് മറച്ചതിനെ തുടർന്നാണ് നഗരസഭ കട്ടൗട്ട് നീക്കം ചെയ്തത്. കിഴക്കേ നടയിൽ ഗാന്ധി സ്മൃതി മണ്ഡപത്തിന് സമീപത്താണ് കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രതാപന്റെ കട്ടൗട്ട് ഉയർത്തിയത്. എന്നാൽ ബോർഡ് നീക്കം ചെയ്തത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. ഇതിനെതിരെ നഗരസഭ സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടുണ്ട്. പ്രശസ്ത മിഴാവാചാര്യൻ ഗുരു പത്മശ്രീ പി.കെ. നാരായണൻ നമ്പ്യാർ അനുസ്മരണം കലാമണ്ഡലം നിള ക്യാമ്പസിൽ നടന്നു. പത്മശ്രീ പി.കെ. നാരായണൻ നമ്പ്യാർ സ്മാരക സമിതിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം ഡോക്ടർ ബി. അനന്തകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. കലാമണ്ഡലം മുൻ വൈസ് ചാൻസലർ ഡോക്ടർ കെ.ജി. പൗലോസ് പി.കെ. നാരായണൻ നമ്പ്യാരുടെ ഛായാചിത്ര അനാച്ഛാദനം നടത്തി. കലാമണ്ഡലം അച്യുതാനന്ദൻ, സഹോദരി അമ്മിണിക്കുട്ടി നങ്ങിയാരമ്മ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പുഷ്പാർച്ചനയും മിഴാവ് മംഗളധ്വനിയും നടന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ സമ്മേളനത്തിന് എടത്തിരുത്തിയിൽ തുടക്കമായി. കെ.സി. കാളിക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടക്കുന്ന സമ്മേളനം മാധ്യമപ്രവർത്തക കെ. ഷാഹിന ഉദ്ഘാടനം ചെയ്തു. പരിഷത്ത് പ്രസിഡന്റ് സി. വിമല അധ്യക്ഷത വഹിച്ചു. ഇ.ടി. ടൈസൺ എം.എൽ.എ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി. കെ. ഗിരിജ, എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ടി. കെ. ചന്ദ്രബാബു, ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, മുൻ എം.എൽ.എ പ്രൊഫസർ കെ.യു. അരുണൻ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനം ഞായറാഴ്ച സമാപിക്കും. ഗുരുവായൂർ നായർ സമാജം കുറൂരമ്മ ദിനത്തിൽ നൽകിവരുന്ന ശിവപത്മം പുരസ്കാരത്തിന് പ്രശസ്ത കവിയും ഗാനരചയിതാവും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പിയെ തെരഞ്ഞെടുത്തതായി ഭാരവാഹികൾ അറിയിച്ചു. ഫലകവും പ്രശസ്തി പത്രവും 10,001 രൂപയും അടങ്ങുന്ന പുരസ്കാരം കുറൂരമ്മ ദിനമായ 18-ന് സമ്മാനിക്കും. ജസ്റ്റിസ് ആർ ഭാസ്കരൻ, പി. വേണുഗോപാൽ, സ്വാമി ഉദിത് ചൈതന്യ എന്നിവർ ഉൾപ്പെട്ട പ്രത്യേക ജഡ്ജിംഗ് കമ്മിറ്റിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത്. നഗരസഭ ടൗൺ ഹാളിൽ രാവിലെ 10-ന് നടക്കുന്ന ചടങ്ങിൽ ജസ്റ്റിസ് പി. ഗോപിനാഥ് പുരസ്കാരം സമ്മാനിക്കും. ഭാരവാഹികളായ ജനു ഗുരുവായൂർ, വി. അച്യുതക്കുറുപ്പ്, കെ. രവീന്ദ്രൻ നമ്പ്യാർ, പി. രവി മേനോൻ, എം. നിർമ്മലൻ, പി. ടി. ചന്ദ്രൻ, രാധിക എസ്. നായർ, മിനി നായർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചവക്കാട് പുത്തൻകടപ്പുറം സൂര്യ കടലാമ സംരക്ഷണ സമിതിയുടെ ആദ്യ കടലാമക്കൂട് വിരിഞ്ഞിറങ്ങി. ഡിസംബർ 27-ന് കിട്ടിയ കൂട്ടിൽ നിന്നാണ് 117 കടലാമ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയത്. കുഞ്ഞുങ്ങളെ കടലിലേക്ക് ഇറക്കിവിട്ടു. തൃശൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ വൈശാഖ് ഉദ്ഘാടനം ചെയ്തു. സൂര്യ കടലാമ സംരക്ഷണ സമിതി പ്രസിഡന്റ് പി. എ. സെയ്ദു മുഹമ്മദ് അധ്യക്ഷനായിരുന്നു. ഈ സീസണിൽ 33 കടലാമ കൂടുകളിലായി 3478 മുട്ടകളാണ് ഉള്ളത്. സ്റ്റേറ്റ് ഡയറക്ടർ രഞ്ജൻ മാത്യു വർഗീസ്, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ U.S. സനോജ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ കെ. ഉദയകുമാർ, എം. ശ്രീജിഷ, ഇന്ദു ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗിന്റെ ആസ്ഥാന മന്ദിരവും യുദ്ധസ്മാരകവും സമർപ്പിച്ചു. കൊടുങ്ങല്ലൂർ ശൃംഗപുരത്ത് നടന്ന ചടങ്ങിൽ ജില്ലാ സൈനിക ഓഫീസർ റിട്ടയർഡ് മേജർ ഷിജു ഷെരീഫ് യുദ്ധസ്മാരക സമർപ്പണം നിർവഹിച്ചു. എക്സ് സർവീസ് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് കെ. ആർ. ഗോപിനാഥൻ നായർ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. പൊതുസമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ ടി. കെ. ഗീത ഉദ്ഘാടനം ചെയ്തു. എക്സ് സർവീസ് ലീഗ് യൂണിറ്റ് പ്രസിഡന്റ് ശശീന്ദ്രൻ ചെറുളിൽ അധ്യക്ഷനായിരുന്നു. പാർളം പഞ്ചായത്തിൽ വയോജനങ്ങൾക്ക് കട്ടിലും 8ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് മേശയും കസേരയും വിതരണം ചെയ്തു. പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കിയത്. പാർളം പഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ. പ്രമോദ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യാനന്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. തളിക്കുളം എരണേഴത്ത് ശ്രീ ഭഗവതി ക്ഷേത്രോത്സവം ഭക്തി നിർഭരമായി. വിശേഷാൽ പൂജകൾക്ക് ശേഷം രാവിലെ കിഴക്കൂട്ട് അനിയൻ മാരാർ നയിച്ച പഞ്ചാരിമേളം ശിവേലി എഴുന്നള്ളിപ്പിന് അകമ്പടിയേകി വൈകിട്ട് നടന്ന കാഴ്ച ശിവേലിക്ക് 9 ആനകൾ അണിനിരന്നു. കൊമ്പൻ, തിരുവാണിക്കാവ് രാജഗോപാൽ ഭഗവതിയുടെ തിടമ്പേറ്റി, കുറുപ്പത്ത് ശിവശങ്കർ ഇടത്തും, പാമ്പാടി സുന്ദരൻ വനത്തുമായി അണിനിരന്നു. പൊക്കുന്നി ജയൻ നയിച്ച പഞ്ചവാദ്യം കാഴ്ചശിവേലയ്ക്ക് അകമ്പടിയേകി. തുടർന്ന് പെരുവനം സതീശന്മാരാരും പനങ്ങാട്ടിരി ശശിയും നയിച്ച പാണ്ടിമേളവും ദീപാരാധനയ്ക്ക് ശേഷം തായമ്പകയും അരങ്ങേറി.
കുന്നംകുളം ചൊവ്വന്നൂരിൽ തെരുവനായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട സ്കൂട്ടർ മറിഞ്ഞ് യുവാക്കൾക്ക് പരിക്കേറ്റു. ചാവക്കാട് സ്വദേശികളായ തൊട്ടുപുറത്ത് വീട്ടിൽ അഭിജിത്ത്, താമരശ്ശേരി വീട്ടിൽ ആദിത്യൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. എരുമപ്പെട്ടി ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന സ്കൂട്ടറാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റ ഇരുവരെയും കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അന്നമനട മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് ഞായറാഴ്ച കൊടിയേറും. രാത്രി 8-ന് ക്ഷേത്രം തന്ത്രി വേഴപ്പറമ്പിൽ ഈശാനൻ നമ്പൂതിരി കൊടിയേറ്റം നിർവഹിക്കും. 19-ന് രാവിലെ നടക്കുന്ന ശിവേലിക്കും വൈകിട്ട് കാഴ്ച ശിവേലിക്കും 7 ആനകളെ അണിനിരത്തും. ആനയൂട്ടും കുടമാറ്റവും ഉണ്ടാകും. ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് PR ഹരിദാസ്, സെക്രട്ടറി C കൃഷ്ണകുമാർ, N ഗിരീഷ്, അന്നമനട മുരളീധരൻ മാരാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അന്തിക്കാട് പഞ്ചായത്ത് അങ്കണവാടി കുട്ടികളുടെ കലോത്സവം ജില്ലാ പഞ്ചായത്ത് അംഗം BN സുർജിത്ത് ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് സുജിത്ത് അന്തിക്കാട് അധ്യക്ഷനായിരുന്നു. അന്തിക്കാട് പഞ്ചായത്ത് ICDS സൂപ്പർവൈസർ വസുമതി, പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേനക മധു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷഹീർ അബ്ദുൽ ഖാദർ തുടങ്ങിയവർ സംസാരിച്ചു. പെരിങ്ങോട്ടുകര ഗവൺമെന്റ് മോഡൽ LP സ്കൂളിൽ സ്റ്റാർസ് പ്രീ പ്രൈമറി വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനവും സ്കൂളിന്റെ വാർഷികാഘോഷവും K ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷയായിരുന്നു. ചടങ്ങിൽ അധ്യാപക അവാർഡ് ജേതാവ് സാജനെ ദിവാനന്ദഗിരി സ്വാമികളും വിഷ്ണു ഭാരതീയ സ്വാമികളും ചേർന്ന് പൊന്നാട അണിയിച്ച് ആദരിച്ചു. സോമശേഖര ക്ഷേത്രം ദിവ്യാനന്ദഗിരി സ്വാമികൾ, കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമികൾ എന്നിവർ സംസാരിച്ചു. വളർന്നുവരുന്ന വിദ്വേഷങ്ങൾക്കെതിരെ നന്മ നിറഞ്ഞ ജീവിതം കൊണ്ട് പ്രതിരോധം തീർക്കാൻ കഴിയണമെന്ന് ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന പ്രസിഡന്റ് അമീർ P മുജീബ് റഹ്മാൻ നവീകരിച്ച കാളമുറി മസ്ജിദ് മുബാറക്കിന്റെ സമർപ്പണവും സൗഹൃദ സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് KK ഷാനവാസ് അധ്യക്ഷനായിരുന്നു. ബെന്നി ബഹനാൻ MP, ET ടൈസൺ MLA, കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, ജമാഅത്തെ ഇസ്ലാമി എറണാകുളം ജില്ലാ പ്രസിഡന്റ് ജമാൽ പാനായിക്കുളം, മതിലകം ഏരിയ പ്രസിഡന്റ് PA അബ്ദുൽ ഹാഹിദ്, വനിതാ വിഭാഗം ഏരിയ കൺവീനർ സുമയ്യ ഫൈസൽ, പഞ്ചായത്ത് അംഗം പ്രജീന റഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റായിരുന്ന T നസറുദ്ദീന്റെ 2ാം ചരമ വാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ അധ്യക്ഷനായിരുന്നു. KVVES ജില്ലാ വൈസ് പ്രസിഡന്റ് KA അസി, ചേംബർ ഓഫ് കൊമേഴ്സ് ട്രഷറർ MK പോൾസൺ, ജോയിന്റ് സെക്രട്ടറി രാജു ചുങ്കത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ചേറ്റുവയിൽ കാവടിയാട്ടത്തിനിടെ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒളിവിലായിരുന്ന പ്രതിയെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. എങ്ങണ്ടിയൂർ 5-ാം കല്ല് നേതാജി നഗർ സ്വദേശി പൂച്ചാട്ടിൽ വീട്ടിൽ സജീവാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ജനുവരി 19-ന് പനയംകുളങ്ങര ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ചേറ്റുവ ഹാർബറിൽ നിന്നുള്ള കാവടിയാട്ടത്തിനിടെ ചേറ്റുവ സ്വദേശി വിജേഷിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ്. വാടാനപ്പള്ളി SHO BS ബിനുവിന്റെ നേതൃത്വത്തിൽ CPOമാരായ അലി, ഷിജിത്ത്, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ NR സുനീഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കേസിലെ 2 പ്രതികളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. വലിയക്കരയിൽ വൻ സ്പിരിറ്റ് വേട്ട. വാനിൽ കടത്തിയ 1750 ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് പിടികൂടി. പഴയന്നൂരിൽ 100 ഗ്രാം MDMA-യുമായി 3 യുവാക്കൾ പിടികൂടി. മുല്ലശ്ശേരിയിൽ ബൈക്കിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കന്യാസ്ത്രീ മരിച്ചു. മുരിങ്ങൂരിൽ കണ്ടെയ്നർ ലോറികൾ കൂട്ടിയിടിച്ച് ക്യാബിനിൽ കുടുങ്ങിയ ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. ഇരിങ്ങാലക്കുട കോടതി സമുച്ചയത്തിന്റെ 2ാം ഘട്ട നിർമ്മാണത്തിന് തുടക്കമായി. പദ്ധതിയുടെ ഫണ്ടിനെ ചൊല്ലി ഇടതുപക്ഷ BJP അഭിഭാഷക സംഘടനകൾ തമ്മിൽ വാക്പോര്. വെള്ളിക്കുളം വലിയ തോട്ടിൽ ജലനിരപ്പ് താഴ്ന്നതോടെ മറ്റത്തൂർ പഞ്ചായത്തിലെ വാസുപുരം കുഞ്ഞക്കര ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ പ്രവർത്തനം അവതാളത്തിൽ. കാർഷിക വിളകൾക്ക് ഉണക്ക് ഭീഷണി. പുതുക്കാട് കുറുമാലിയിൽ പാടത്ത് വൻ തീപിടുത്തം. സമീപത്തെ ഓട്ടുകമ്പനിയിൽ സൂക്ഷിച്ചിരുന്ന ഉപയോഗശൂന്യമായ കാറുകളിലേക്ക് തീ പടർന്നു. വാഹനങ്ങളുടെ പാർട്സുകൾ കത്തിനശിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.